വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. നിങ്ങൾ ഇത് കണ്ടോ? ഇത് ഞങ്ങൾ പുതിയ ഫ്ലാറ്റ് എടുത്തതാണ് പെരിന്തൽമണ്ണയില്. അതിന്റെ ബാൽക്കണിത്തെ വ്യൂ ആണ്. ഞങ്ങള് ഒന്ന് താമസം മാറിയിരിക്കുന്നു, പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്ന നെല്ലിക്ക കൊണ്ടുള്ള ഒരു പ്രതിരോധ ശക്തി ഒരു വെറൈറ്റി ആയിട്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അല്ലേ? ഇത് 1/2 കിലോ നെല്ലിക്ക, നല്ല വലിയ നെല്ലിക്ക 1/2 കിലോ. അത് നല്ലവണ്ണം കഴുകിയിട്ട് നമുക്ക് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇത് കഴുകി ഞാനൊരു ഹോളുള്ളൊരു പാത്രം എൻ്റെ അടുത്ത്, അതിൽ ഞാൻ ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാൻ പോകുന്നു. ആ സമയത്ത് വേറെ കുറച്ച് പണികൾ ചെയ്യാണ്ട്. ഇത് അതേപോലെ 1/2 കിലോ ശർക്കര, വലിയ ശർക്കര, ഇത് നല്ലോണം 1 കപ്പ് വെള്ളം ഇതിലേക്ക് പാത്രത്തിലേക്ക് പാർന്നിട്ട് ഇത് നമുക്ക് ചൂടാക്കിയിട്ട് പിന്നെ അരിച്ചെടുക്കണം. അപ്പൊ 1 കപ്പ് വെള്ളം പാർന്നിട്ടുണ്ട്. 1 കപ്പ് എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മുടെ ശർക്കര ഉരുകിയിട്ടുണ്ട്. അപ്പൊ ഞാനതൊരു അരിപ്പയിൽ അത് അരിച്ചെടുക്കുക. കാരണം നല്ല പൊടി ഇതൊക്കെ ഉണ്ടാവും. അരിച്ചെടുക്കലാണ് ഏറ്റവും ഉത്തമം. ഇതവിടെ ചൂടോടെ എടുത്ത് അവിടെ വെക്കുക. 2 കഷ്ണം ചുക്കും, ഏകദേശം ഒരു കയ്യിൽ പഞ്ചസാരയും. ഇത് ഏലക്കാന്റെ പൊടിയാണ്. ഇത് ചെറിയ ജീരകവും സ്വല്പം വലിയ ജീരകവും. ഏലക്കാന്റെ പൊടി ഇല്ലെങ്കിൽ 4 ഏലക്ക ഉണ്ടായാലും മതി. അത് മിക്സിയിലായിട്ട് പൊടിച്ചെടുക്കുക. നെല്ലിക്ക ആവിയിൽ വേവാനുള്ള സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്തു വെക്കാം. ഇപ്പൊ നെല്ലിക്ക ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറണം, അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളിപ്പോവും. അതിലെ കുരു അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പൊ ഞാനിതിങ്ങനെ ഒന്ന് പൊടിച്ചിട്ട്, കുരു നമുക്ക് ആവശ്യമില്ല, കുരു വേസ്റ്റിലേക്ക് ഇടയുള്ളതാണ്. ചൂടാറിയ നെല്ലിക്ക നമ്മുടെ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്നിട്ട് അരച്ചെടുക്കുക. ചിലപ്പോൾ അത് അരഞ്ഞിട്ടില്ലെങ്കിൽ സ്വല്പം വെള്ളം കൂട്ടിയാലും മതി. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഞാനൊരു 3 സെറ്റായിട്ട് അരച്ചാണ്. അതിലേക്ക് നമ്മുടെ ചൂടുള്ള ആ നേരത്തെ ഒരുക്കി വെച്ച ആ ശർക്കര അതിലേക്ക് ഒഴിക്കുക. ഇതൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുക. കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ നല്ല ഫ്ലെയിം വെച്ചിട്ട് അതിൽ നല്ല ഇങ്ങനെ ചൂടാക്കുക. അങ്ങനെ വരുന്നത് സ്വല്പം ഉപ്പ് ഇടുക. കംപ്ലീറ്റ് ഇതിങ്ങനെ വറ്റി വരണം. നമുക്ക് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആ സമയത്ത് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചാൽ കോൺഫ്ലവർ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ. അപ്പൊ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരും കംപ്ലീറ്റ്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഇടക്കിടക്ക് ഇളക്കിയാൽ മതി. അതിലേക്ക് നേരത്തെ ആ പൊടിച്ചു വെച്ചിട്ടുള്ള ആ പഞ്ചസാരയും ഏലക്കൊക്കെ ഉണ്ടല്ലോ, ചുക്കൊക്കെ, അത് അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. കംപ്ലീറ്റ് എല്ലാം മിക്സ് ചെയ്യുക. ലാസ്റ്റ് 1 ടേബിൾ സ്പൂണ് നെയ്യ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതെടുത്ത് പുറത്ത് വെക്കുക. ചൂടാറി കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ കഴിക്കുമ്പോൾ ചെറിയൊരു ചവർപ്പുണ്ടാവും. ചൂടാറി കുപ്പിയിലൊക്കെ ആക്കി വെച്ച് തണുപ്പ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ചവർപ്പൊക്കെ പോയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല പ്രതിരോധം കിട്ടും, നല്ല ഇമ്മ്യൂണിറ്റി. കുട്ടികളൊക്കെ നല്ല സൂപ്പറാണ്. നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ മതി. അടിപൊളി സംഭവമാണ്. അപ്പൊ അതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.